ഇച്ചായ, അവൾ പതർച്ചയോടെ വിളിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു. മാറി നിൽക്കടി. അവൻ അവളുടെ കൈ തട്ടിയെറിഞ്ഞു. വേച്ചു വീഴാൻ പോയ അവളെ നേഹ പിടിച്ചു നിർത്തി. ഇച്ചായ, ഞാൻ... ആൽബി, വണ്ടിയുടെ കീ എവിടെ? എന്തോ പറയാൻ വന്ന അവളെ അതിനനുവദിക്കാതെ, അവളെ നോക്കാതെ അവൻ ആൽബിയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോട് ചോദിച്ചതും ആൽബി കീ എടുത്ത് അവന് കൊടുത്തു. റിച്ചി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഡ്രൈവർ സീറ്റിൽ പോയിരുന്നു. പൊന്നു കരഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി. അപ്പു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറകിലേക്ക് കയറി. ആൽബി മുൻപിലും ബാക്കിയുള്ളവർ പുറകിലുമായി കയറി. കാർ സ്പീഡിൽ പോകുന്നത് അവൾ അറിഞ്ഞു. അവൾക്ക് തല ഉയർത്തി നോക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. അപ്പുവിൻ്റെ കൈകളിൽ അവൾ അമർത്തി പിടിച്ചു. ബാക്കിയുള്ളവരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ആർക്കും റിച്ചിയെ എതിർക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും അവർ തിരിച്ച് റിസോർട്ടിൽ തന്നെ വന്നു. റിച്ചി അവിടെ ഇറങ്ങി കീ ആൽബിയുടെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ പോയി ബാക്കിയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ട് വാ, അവൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങി. ചേട്ടായി, നമുക്ക് നാളെ ഒന്നിച്ച് പോകാം. ഞാൻ പറയുന്നത് കേൾക്കാൽബി, നിങ്ങൾ പോയിട്ട് വാ, എനിക്കൊന്ന് കിടക്കണം. റിച്ചി അതും പറഞ്ഞ് അകത്തേക്ക് കയറി. റിച്ചിയെ ഇനിയും ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് കരുതി ബാക്കിയുള്ളവർ പോകാൻ തീരുമാനിച്ചു. പൊന്നു ദയനീയമായി എല്ലാവരെയും നോക്കി. അവൾക്ക് വരാൻ താല്പര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. മോള് ചെല്ല്, അപ്പു ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അത് അപ്പു ചേട്ടാ, ഇപ്പോൾ അവളെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടണോ? കിച്ചു പേടിയോട് ചോദിച്ചു. നിനക്ക് പേടിയുണ്ടോ? അപ്പു പൊന്നുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളില്ലെന്ന് തലയാട്ടി. എങ്കിൽ ചെല്ല്. അപ്പു അവളെ അവിടേക്ക് പറഞ്ഞു വിട്ടു. അവളെ പറഞ്ഞു വിടണമായിരുന്നോ ഇച്ചായ? മീനു അപ്പുവിനോട് ചോദിച്ചപ്പോൾ അപ്പുവിനും ചെറിയൊരു പേടി തോന്നി. എനിക്കും പേടിയില്ലാതെയില്ല, എങ്കിലും ഇപ്പോൾ അവരൊറ്റയ്ക്കിരിക്കുന്നതാണ് നല്ലത്, ആൽബി പറഞ്ഞുകൊണ്ട് വണ്ടി മുൻപോട്ടെടുത്തു. പൊന്നു പേടിയോടെ റൂം തുറന്ന് അകത്തേക്ക് കയറി. ഡ്രസ്സ് പോലും മാറാതെ കട്ടിലിൽ ചാരിയിരിക്കുന്നവനെ അവൾ നോക്കി. അപ്പോൾ അവരോട് പറയാതെ പോകാൻ തോന്നിയ സമയത്തെ അവൾ പഴിച്ചു. അവൻ്റെ അടുത്തേക്ക് പോകാൻ അവൾക്ക് പേടി തോന്നിയെങ്കിലും ധൈര്യം വീണ്ടെടുത്ത അവൾ പേടിയോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ്റെ അടുത്തായിട്ട് ചെന്നിരുന്നു. ഇച്ചായ, പേടിയോടെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു. തൊട്ടുപോകരുതെന്നെ, അവൻ കണ്ണുകൾ തുറന്നുകൊണ്ട് അവളോട് ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ ഞെട്ടി. ഇച്ചായ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഭാ, നിർത്തടി. എന്താടി ഞാൻ കേൾക്കേണ്ടത്? പറയടി, എന്താ ഞാൻ കേൾക്കേണ്ടത്? ഞാൻ അനുഭവിച്ച ടെൻഷൻ അത് നിനക്കറിയോ? ഇത്രയും നേരം എങ്ങനെ ഞാൻ പിടിച്ചു നിന്നതെന്ന് നിനക്കറിയോടി? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഒറ്റയ്ക്കാക്കി പോകരുതെന്ന്? പിന്നെ എന്തിനാടി എന്നെ ഒറ്റയ്ക്കാക്കിയത്? ആരെ ഉണ്ടാക്കാനാടി നീ ഒറ്റയ്ക്ക് പോയത്? ചത്തുപോയടി ഞാനൊരു നിമിഷം. അവൻ എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിച്ച് അവളെ ഭിത്തിയോട് ചേർത്തുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു തുടങ്ങിയ അവൻ്റെ വാക്കുകൾ അവസാനം ഇടറിപ്പോയിരുന്നു. എങ്കിലും അവൻ്റെ കൈ അവളുടെ കയ്യിൽ മുറുകി. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവനത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു. അത്രയും അവൻ്റെ മനസ്സ് വേദനിച്ചിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. വേദനിക്കുന്നു ഇച്ചായ, അവൾ അവനെ നോക്കിക്കൊണ്ട് കണ്ണുകൾ നിറച്ച് പറഞ്ഞതും അവൻ കൈകൾ അവളുടെ കയ്യിൽ നിന്ന് മായ്ച്ചു. ഇച്ചായ, അവൾ വിളിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്നാൽ ഇത്തവണ അവളെ ചേർത്ത് പിടിക്കാനോ തലോടാനോ അവൻ്റെ കൈകൾ ഉയർന്നില്ല. അവൻ അവളെ ബലമായി അടർത്തി മാറ്റി ടവലും എടുത്ത് ബാത്റൂമിൽ കയറി. അവൾ ആ ഭിത്തിയിൽ തന്നെ ഊർന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ബാത്റൂമിൽ കയറിയ അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. കണ്ണുനീരിനെ വാശിയോടെ അവൻ തുടച്ചു കളഞ്ഞു. വാഷ് ബേസിനിൽ കൈ ഊന്നിക്കൊണ്ട് അവൻ കുറച്ചു നേരം നിന്നു. അവൻ മുഖം കഴുകി ഇറങ്ങിയപ്പോഴും അവൾ അതേ ഇരിപ്പ് തന്നെ ഇരിക്കുകയായിരുന്നു. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഡ്രസ്സ് മാറി ഒരു ഷർട്ടും മുണ്ടും എടുത്തിട്ടു. പഴയ ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടന്ന ഒരു സിഗരറ്റ് എടുത്ത് അവൻ ചുണ്ടിലേക്ക് വെച്ചു. സിഗരറ്റിൻ്റെ സ്മെല്ല് റൂമിൽ അറിഞ്ഞതും അവൾ തല ഉയർത്തി നോക്കി. രൗദ്രഭാവത്തോടെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന് സിഗരറ്റ് വലിക്കുന്ന അവനെ കണ്ടതും ദയനീയമായി അവൾ നോക്കി. പെട്ടെന്ന് അവൾ കണ്ണുനീര് തുടച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. ഇച്ചായൻ എന്നു മുതലാ ഈ ശീലമൊക്കെ തുടങ്ങിയത്? അവൾ പേടിയോടെയാണെങ്കിലും അവനോട് ധൈര്യം സംഭരിച്ച് ചോദിച്ചു. അതിന് രൂക്ഷമായൊരു നോട്ടമായിരുന്നു അവൻ്റെ മറുപടി. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ തല ഉനിച്ചു. ഇച്ചായ, എന്നെ ഒന്ന് വഴക്കെങ്കിലും പറയ്, അല്ലെങ്കിൽ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ. ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യല്ലേ ഇച്ചായ, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളെ ദേഷ്യത്തോടെ നോക്കിയതും നോട്ടത്തിൻ്റെ മറുപടി അറിഞ്ഞ പോലെ അവൾ അവൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടു. സിഗരറ്റ് ചുണ്ടിൽ വെച്ച് മുണ്ടൊന്നും മടക്കി കുത്തി. അവളെ ഒന്നുകൂടി ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൻ റൂമിൻ്റെ ഡോറ് വലിച്ചടച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അവൾ കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് മുഖം മുട്ടിനിടയിൽ ഒളിപ്പിച്ച് കരഞ്ഞു. റിച്ചിയുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടാണ് അവൾ തല ഉയർത്തി നോക്കിയത്. ആരോടോ പുറത്തുനിന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടതും അവൾ കണ്ണുകൾ തുടച്ചിട്ട് പോയി വാതിൽ തുറന്നു. ഒരു റൂം ബോയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന റിച്ചിയെ കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇച്ചായ, എന്താ ഈ കാണിക്കുന്നേ? അയാളെ വിട്. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. മാറി നിൽക്കടി, അവൻ അവളെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. ഇല്ല, അയാളെ വിട്. ഇച്ചാൻ എന്താ ഭ്രാന്താണോ? അവൾ അവൻ്റെ കയ്യിൽ നിന്നും ആ പയ്യനെ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പൊന്നു, നിന്നോട് മാറി നിൽക്കാനാ പറഞ്ഞത്. റിച്ചി ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു.
ഇച്ചായൻ എന്നോടല്ലേ ദേഷ്യം, അത് എന്നോട് തീർത്താൽ മതി, അല്ലാതെ വഴിയിൽ കൂടി പോകുന്നവരുടെ മെക്കിട്ട് കയറുമല്ല വേണ്ടത്. അവളും തിരികെ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നോട് തർക്കുത്തരം പറയുന്നോടി പുല്ലേ. അവൻ ആ പയ്യനെ വിട്ടിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. പ്ലീസ് ഇച്ചായ, ഇച്ചായൻ്റെ ദേഷ്യം എന്നോടല്ലേ, അത് എന്നോട് തീർക്ക്, ഞാൻ നിന്ന് തരാം. മറ്റുള്ളവരെ കൂടി എന്തിനാ ഇതിനിടെ കൊണ്ടുവരുന്നേ? ഇച്ചായനെ തല്ലണമെങ്കിൽ എന്നെ തല്ലിക്കോ, ഞാനല്ലേ തെറ്റ് കാണിച്ചത്. എന്നോടുള്ള ദേഷ്യം മറ്റുള്ളവരോട് കാണിക്കല്ലേ. അവൾ വേദനയ്ക്കിടയിലും അവനോട് പറഞ്ഞു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളെ തള്ളിമാറ്റി അവൻ റൂമിലേക്ക് കയറിപ്പോയി. അവൾ കൈകൾ ഒഴിഞ്ഞുകൊണ്ട് ആ പയ്യനെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. സോറി, അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സാരയില്ല മേഡം, ഇതൊക്കെ ഇവിടെ പതിവാ. കസ്റ്റമേഴ്സ് എങ്ങനെ ദേഷ്യപ്പെട്ടാലും അവരോട് തിരിച്ചു ദേഷ്യപ്പെടരുതെന്നാണ് ഞങ്ങളുടെ റൂള്. ആ പയ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും പൊന്നുവിന് വിഷമമായി. എന്തിനാ ഇച്ചായൻ ദേഷ്യപ്പെട്ടത്? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. സാർ ഇവിടെ നിന്ന് സ്മോക്ക് ചെയ്യുന്നത് കണ്ടു. ഇവിടെ നിന്ന് സ്മോക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സാർ എന്നോട് ദേഷ്യപ്പെട്ടു. സാറിന് ഇഷ്ടമുള്ളത് ചെയ്യും, ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചൂടായി. ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സാർ ഷർട്ടിൽ കയറി പിടിച്ചു. അവൻ പറഞ്ഞതും പൊന്നുവിന് വിഷമവും ദേഷ്യവും വന്നു. അവൾ ഒന്നുകൂടി ആ പയ്യനെ നോക്കി സോറി പറഞ്ഞിട്ട് റൂമിലേക്ക് കയറിപ്പോയി. കട്ടിലിൽ ചാരിയിരിക്കുന്ന റിച്ചിയെ അവളൊന്ന് നോക്കി. അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന റിച്ചിയെ കണ്ടതും അവൾക്ക് വല്ലാത്ത പേടി തോന്നി. കണ്ണുകൾ ചുവന്ന് അവളെ രൂക്ഷമായി നോക്കുന്ന റിച്ചിയെ നോക്കാനാകാതെ അവൾ തല താഴ്ത്തി. എങ്കിലും അവൾ ധൈര്യം വീണ്ടെടുത്ത് അവൻ്റെ അടുത്തേക്ക് നടന്നു. ഇച്ചായൻ എന്നു മുതലാ സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത്? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ നിന്റെ ജോലി നോക്കിപ്പോ പൊന്നു, റിച്ചി ദേഷ്യത്തോടെ പറഞ്ഞു. ഇല്ല, ഞാൻ ചോദിച്ചതിന് എനിക്ക് ഉത്തരം വേണം. അതിന് രൂക്ഷമായി നോട്ടമായിരുന്നു അവൻ്റെ മറുപടി. അവൾക്ക് ദേഷ്യവും വിഷമവും വന്നു. അവളുടെ ഒരു ജോഡി ഡ്രസ്സും എടുത്ത് അവൾ ബാത്റൂമിൽ കയറി. കുറേ നേരം ബാത്റൂമിലെ നിലത്ത് ഊർന്നിരുന്ന് അവൾ കരഞ്ഞു. പിന്നെ മുഖം കഴുകി ഫ്രഷായി അവളൊരു പാവാടയും ബനിയനും ഇട്ടുകൊണ്ട് ഇറങ്ങി. അപ്പോഴും അവൻ അതേ ഇരിപ്പ് തന്നെ ഇരിക്കുകയായിരുന്നു. അവൻ്റെ ഇരിപ്പ് കണ്ട് അവൾക്ക് ദേഷ്യവും വിഷമവും ഒക്കെ വന്നു. ഞാൻ ചത്തുപോയോ ഇച്ചായൻ ഇങ്ങനെ ഇരിക്കാൻ? ഇതിലും ഭേദം ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരുന്നു. അവൾ പറഞ്ഞതു മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. വീഴാൻ പോയ അവൾ അടുത്തിട്ടിരുന്ന കസേരയിൽ പിടിച്ച് വീഴാതെ നിന്നു. കവളിൽ കൈവച്ച് കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ റിച്ചിയെ നോക്കി. അവൻ ഒരു കൈ കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് മറുകൈ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്തു. ഒരു തവണ, ഇനി ഒരു തവണ കൂടി നിന്റെ നാവിൽ നിന്ന് ഇമ്മാതിരി വർത്താനം ഞാൻ കേട്ടാ കൊന്നുകളയും ഞാൻ പുല്ലേ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ അടിച്ച കവളിൽ തന്നെ അവൻ ശക്തിയായി അമർത്തിപ്പിടിച്ചതും വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് മനസ്സിലായതും അവൻ അവളുടെ കവളിലുള്ള പിടി അയച്ചുകൊണ്ട് അവളെ നോക്കാതെ തന്നെ തിരിഞ്ഞു നിന്നു. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? പറ. ഇച്ചായൻ ആരോടാ ഈ ദേഷ്യവും വാശിയും കാണിക്കുന്നേ? എന്നോടോ? എന്നോടുള്ള ദേഷ്യത്തിനല്ലേ ഇച്ചായൻ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങി വെച്ചത്? ഞാൻ അറിഞ്ഞുകൊണ്ട് പോയതല്ലല്ലോ, അറിയാതെ പോയതല്ലേ, ഇട്ടേച്ച് പോയതല്ലല്ലോ. പറ, എന്നോട് എന്താ സംസാരിക്കാത്തേ? ഇത്ര നേരമായിട്ടും ഞാൻ എവിടെ പോയതാ എന്ന് ഇച്ചായൻ ചോദിച്ചോ? എന്തിനാ പോയതെന്ന് ചോദിച്ചോ? എന്നോടിങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നത് എന്തിനാ? എനിക്ക് ഇച്ചായനില്ലാതെ പറ്റില്ലെന്ന് അറിയില്ലേ? എന്നെ കാണുമ്പോൾ ഓടി വന്ന് എന്നെ ഈ നെഞ്ചിൽ ചേർത്ത് പിടിക്കുമെന്നാ ഞാൻ കരുതിയത്. പകരം ചെയ്തതെന്താ? എന്നോടൊന്ന് മിണ്ടിയോ? എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചോ? എനിക്കൊരു ഉമ്മയെങ്കിലും തന്നോ? മാത്രമല്ല എന്നെ ഇപ്പോഴും തല്ലിയില്ലേ? അവൾ അവൻ്റെ മുൻപിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. എങ്കിലും കയ്യിന്ന് പോകാതിരിക്കാൻ അവൾ ശ്രമിച്ചു. പൊന്നു, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, മിണ്ടാതിരിക്കുക. ഇച്ചായന് മാത്രമേ ദേഷ്യവും സങ്കടം ഒക്കെ വരുള്ളൂ. ഞാനെന്താ പാവയാണോ? എനിക്ക് ഈ പറഞ്ഞ വികാരമൊന്നും ഇല്ലേ? പൊന്നു, അവൻ്റെ ഒച്ച ഉയർന്നു. ഒച്ച വെക്കണ്ടിച്ചായ, എനിക്ക് കേൾക്കാം, പതിയെ പറഞ്ഞാൽ മതി. പൊന്നു, നീ പോ. ഞാനെന്തിനാ പോകുന്നേ? പറ, എന്തിനാ പോകുന്നേ? എന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ വിളിച്ചപ്പോൾ എന്നെ അന്വേഷിച്ച് വന്നത്? അവിടെ വിട്ടിട്ട് പൊക്കൂടായിരുന്നോ? മതി, നിർത്തടി. ഇനിയൊരു അക്ഷരം നീ മിണ്ടിയ ഈ റിച്ചിയുടെ മറ്റൊരു മുഖം നീ കാണും. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, അവൻ അവളെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. ഇതാ ഇച്ചായൻ്റെ സ്വഭാവം. ഇച്ചായൻ മാത്രമാണ് ശരി. ഇച്ചായൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരി. ബാക്കിയുള്ളവരെല്ലാം തെറ്റ് അല്ലേ? ഇച്ചായന് മാത്രം ആരും തീരെഴുതി തന്നതല്ല ഈ ദേഷ്യവും വിഷമവും. ഇച്ചായൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും ഇതേ ഫീലിങ്സ് ഉള്ളവരാ. അല്ലാതെ ദേഷ്യവും വാശിയും റിച്ചിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. നിർത്തടി. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ അവനെ നോക്കി. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. നിനക്ക് എന്താടി അറിയണ്ടേ? പറ. എനിക്കെന്തിനാ ദേഷ്യമെന്നോ? നിന്നോട് മിണ്ടാത്തത് എന്താണെന്നോ? അതാണോ നിനക്ക് അറിയേണ്ടത്? ഞാൻ അനുഭവിച്ച വേദന അത് നിനക്കറിയോ? ഞാൻ എന്ത് ടെൻഷൻ അടിച്ചതെന്ന് നിനക്കറിയോ? നീ എൻ്റെ കൺമുൻപിൽ നിന്നും മറിഞ്ഞപ്പോൾ എൻ്റെ ശ്വാസം നിലച്ചടി. ഞാനൊരു ഭ്രാന്തനെ പോലെയായി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഒറ്റയ്ക്കാക്കരുതെന്ന്? എന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എൻ്റെ ജീവനും ശ്വാസവും തുടിപ്പും എല്ലാം നീയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേടി? പിന്നെന്തിനാ എന്നെ അത്രയും സമയം ഒറ്റയ്ക്കാക്കിയത്? നിന്റെ നിശ്വാസം ഇല്ലാതെ, നിന്റെ ചിരി കാണാതെ
നിന്റെ കുറുമ്പും വാശിയും കാണാതെ, നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാതെ, നിന്റെ ചൂടറിയാതെ, നിന്റെ വിയർപ്പിൻ്റെ ഗന്ധം പോലും ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്ന് നിനക്ക് അറിയില്ലേടി. അത്രയ്ക്ക് ജീവനാ നീ എനിക്ക്, എൻ്റെ ജീവനാ നീ. നീ പോയാൽ ഈ റിച്ചി പിന്നെ ഇല്ലടി. എനിക്ക് പറ്റില്ല, ഒരു നിമിഷം പോലും നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കും. എൻ്റെ ദേഷ്യവും വാശിയും എന്നിലെ വന്യതയും അറിയാവുന്നത് നിനക്കല്ലേ. എന്നിലെ എല്ലാ ഭാവത്തെയും താങ്ങാൻ പറ്റുന്നത് നിനക്ക് മാത്രമല്ലേ. അതുപോലെ ഭ്രാന്താ നീ എനിക്ക്. മദ്യത്തിനോ ഈ സിഗരറ്റിനോ തരാൻ പറ്റാത്ത ലഹരിയാണ് നീ എനിക്ക്. നീ ഒരു നിമിഷത്തേക്ക് എൻ്റെ അടുത്ത് നിന്ന് മാറിയപ്പോൾ ഞാനല്ലാതെ ആയിപ്പോയിടി. നിന്നെ കാണുന്നത് വരെ ഞാൻ എങ്ങനെ ഇരുന്നതെന്ന് നിനക്കറിയോ? എൻ്റെ ശരീരം പോലും ഒന്നിനും അനങ്ങുന്നില്ലായിരുന്നു. നിന്നെ ആരും കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ എവിടെ എങ്ങോട്ട് പോയി അന്വേഷിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുകയായിരുന്നു. എനിക്ക് ശ്വാസം പോലും കിട്ടുന്നില്ലായിരുന്നു. ജീവനുണ്ടായിട്ടും ജീവനില്ലാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. നിന്നെ കണ്ടപ്പോൾ എനിക്കെൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നടി. കുറേ നേരം താളം തെറ്റി ഇടിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഹൃദയമിടിപ്പ് പോലും നിന്നെ കണ്ടപ്പോഴാണ് സാധാരണ നിലയിലായത്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്നെ. അത് എനിക്ക് ഇതിൽ കൂടുതൽ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. അവൻ അത് പറഞ്ഞു കഴിഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കരഞ്ഞുകൊണ്ട് വീണു.